ഹലോ എവരി വൺ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ചെറിയൊരു മഴക്കോളെല്ലാം ഉണ്ടായിട്ടോ. നല്ല എന്താ ഇരുട്ട് മൂടിയിട്ടുണ്ട്, പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നൊരു പാർസൽ ഉണ്ടായിട്ടോ. ചെറുതായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. ഇത് 80 റുപ്പീസാണ്. എനിക്ക് ഓയിലിൻ്റെ ഇതിങ്ങനത്തെ ചെറിയൊരു ബോട്ടിലിൻ്റെ ആവശ്യം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വാങ്ങിയതാണ്. നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ, ക്യൂട്ടായിട്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള പരിപാടികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് സമോസ ഷീറ്റും കൊണ്ട് പപ്സ് എങ്ങനെ ആക്കണമെന്ന് ഞാനിതിൽ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ അല്ലല്ലോ ഉണ്ടാക്കുന്നത്, ഞാനും അത് കണ്ടിട്ട് തന്നെ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം മിക്കവാറും ഞാൻ ആക്കുന്ന സ്നാക്സുകളെല്ലാം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാട്ടിയതായെങ്കിലും കാട്ടാതെ ചെയ്തതെല്ലാം ഞാനും വീഡിയോ നോക്കിയിട്ട് തന്നെ എല്ലാം ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും അറിയാതെ വന്നതാണ്. ഇപ്പോഴാണ് ഞാൻ ഫുഡുകളെല്ലാം ഒന്ന് നന്നായിട്ട് ആക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അങ്ങനെ ഞാൻ ഒന്ന് പപ്സ് ടൈപ്പിൽ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഒരുപാട് സവാള വേണം കേട്ടോ. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യണില്ല, സവാള മാത്രം യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു കടായി വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുത്തിട്ട് വെറും സവാള മാത്രം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടോ. അപ്പോൾ എൻ്റെ എണ്ണൻ്റെ കുപ്പി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് എനിക്ക് കണ്ട് ഞാൻ മൊബൈലോട് വെച്ചപ്പോൾ അത് ഒന്ന് ഹൈലൈറ്റായിട്ട് കണ്ടോട്ടെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള ഇതാക്കിയിട്ട് അതൊന്ന് നല്ല വഴന്ന് വന്നപ്പോൾ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്താ പറയൽ നല്ല കുരുമുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഞങ്ങൾക്ക് ടൊമാറ്റോ സോസും മയോണൈസും രണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ജ്യൂസി ആയിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാനത് അതിന് ഞാൻ ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും കുറച്ച് കളർഫുൾ ആവുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ പൂച്ചക്കുട്ടി മേലെ കയറി വന്നിരിക്കുകയാണ് കേട്ടോ. ഇറച്ചിൻ്റെ മണം കിട്ടിയിട്ടുണ്ടാവണം. ഞാൻ കറിക്കുള്ള ഇറച്ചി ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണം കേട്ടിട്ട് മേലെ കയറിക്കണം കേട്ടോ. അപ്പോൾ ഓൾ ഇറച്ചിൻ്റെ മണം കേട്ടാൽ കയറും. പക്ഷെ ജാസ്തി ഒന്നും ഇറച്ചി തിന്നാറില്ല. ജാസ്തിയായിട്ട് ഞാൻ കൊടുക്കാറില്ല, ഓൾക്ക് പള്ളക്ക് പ്രശ്നമാവും. അപ്പോൾ ഞാൻ ചീസ് ക്യൂബാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാനതൊന്ന് കുറച്ചിങ്ങനെ ചരച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ച് ഇതിൽ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടോ സമോസ ഷീറ്റിൽ പപ്സ് ഉണ്ടാക്കിയാൽ കുറച്ച് ഞാൻ ഉണ്ടാക്കിയ മസാല വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചീസ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഹാഫ് മുട്ട വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാനൊരു 6 മുട്ട ഹാഫായി പറഞ്ഞാൽ 12 പീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ ബാക്കിയുള്ളത് ഞാൻ മസാല ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സമോസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് ബാപ്പയും മക്കളും എല്ലാം വീട്ടിൽ തന്നെ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പള്ളിത്തെ കഞ്ഞിയുണ്ട് മെയിനായിട്ട്, പിന്നെ സമോസ, പിന്നെ പപ്സ്, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, കസ്റ്റേർഡ്, പിന്നെ തോട്ടത്തിൽ നിന്ന് 2 ബൊണ്ട കൊടുത്തിട്ടുണ്ടായിട്ടോ. അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഞാൻ അതിന് പയം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ നോമ്പ് തുറക്കുള്ള പരിപാടി. പിന്നെ ഞാൻ നെയ്പത്തിയാണ് നാഷ്ട, പിന്നെ കറി ഇറച്ചി അത് മാമൂലി ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.